നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പ്രസൻസിൽ ആയിരിക്കുക. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ആയിരിക്കും ഇഷ്ടമല്ലേ? അപ്പം അതേപോലെ നമ്മുടെ ഈശോ എടുത്ത് ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം മൈക്കും പിടിച്ച് നിൽക്കുന്നു, ഞാൻ പറയണം എൻ്റെ അടുത്ത് ഈശോ ഉണ്ട്, ഈശോയെ എനിക്ക് പറഞ്ഞതാ ഇവരടുത്ത് പറയേണ്ട കാര്യങ്ങൾ. നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഇപ്പുറത്തെ സീറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് സീറ്റില്ലെങ്കിൽ ഇത്തിരി സൈഡിൽ ഈശോ ഇരുത്തണം. പഠിക്കാനിരിക്കുമ്പം മക്കൾ ഈശോയെ പിടിച്ചിരുത്ത്. എന്ത് പറയണം? ഈശോയെ ഇത് ഒന്ന് പറഞ്ഞതാ. നമ്മൾ ഇതിങ്ങനെ ഈശോയായിട്ട് സംസാരിക്കുമ്പം നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ തോറ്റ് കഴിഞ്ഞാലും സങ്കടമില്ല, തോറ്റാലും സങ്കടം വരത്തില്ല. അതൊരു ഈശോ നമ്മളെ ആശ്വസിപ്പിക്കും. തോൽവിയിലും ഈശോ കൂടെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ സന്തോഷത്തോടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാര്യം എന്താ? യു ആർ ലൂസിങ് യുവർ ജീസസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈശോയെ നഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടായത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈശോയ്ക്ക് നമ്മൾ സമയം കൊടുക്കണം. യൂക്രിസ്റ്റിക് മിറക്കിൾ എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് വരുന്നത് ഈ 15 വയസ്സുണ്ടായിരുന്ന കാർലോസ് അക്വിറ്റോയുടെ. അതാണ് നിങ്ങൾ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. മീഡിയ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കണം? ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഈ വിശുദ്ധൻ, ഈ കുഞ്ഞു വിശുദ്ധൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന കാര്യം അതാണ്. എന്താണ് ഈ വിശുദ്ധൻ? പിന്നൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ 7-ാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് അന്നേരം ഈ വിശുദ്ധൻ പറയുന്ന ഒരു കാര്യമാണ്, കൊച്ചു വിശുദ്ധനാ. അന്നേരം പറയാണ്, ഈശോയെ സ്വീകരിച്ച് എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടാകണം. ഈശോയെ സ്വീകരിച്ച് നമ്മൾ എത്ര വട്ടം ഈശോയെ സ്വീകരിക്കുന്നില്ലേ? എന്നിട്ട് എൻ്റെ ഉള്ളിൽ ഇതേപോലെ ഈശോ ഉണ്ടായോ? ഇല്ല അല്ലേ? നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ദൈവവിളി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതൊരു മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ പക്ഷേ ഈശോയെ വിട്ടുകൊടുത്താൽ പിന്നെ നമുക്ക് നമ്മുടെ ദൈവവിളി എത്ര വലിയ പൊസിഷൻ എത്തിയെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഈശോ ഇല്ലാത്ത, അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹമില്ലാത്ത ഏതൊരു പൊസിഷൻ കിട്ടിയാലും നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒറ്റ ദൈവവിളി കൊണ്ടും നമുക്ക് ഗുണം ഉണ്ടാകത്തില്ല. എല്ലാം ദൈവവിളിയാണ്. ഈ പറയുന്ന എല്ലാം ദൈവവിളി. ഏകസ്വ ജീവിതവും അച്ഛനാകുന്നതും സിസ്റ്ററാകുന്നതും സന്യാസിയാകുന്നതും എല്ലാം ദൈവവിളിയാണ്. പക്ഷേ ആ ദൈവവിളി എല്ലാം വരുന്നത് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടെത്തണം. വിശുദ്ധിയിലേക്ക് കൊണ്ടെത്തിച്ചില്ലെങ്കിൽ നമ്മൾ വെറുതെ ആയിരിക്കുമെന്നുകൂടി ഓർക്കുകയാണ്.